ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം പോഷകഗുണമുള്ളതും എല്ലാവിധ അസുഖക്കാർക്ക് കഴിക്കാവുന്നതുമായ ചുരയ്ക്ക കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചുരയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ല അതിൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ചുരയ്ക്കയെല്ലാം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്രഷർ കുക്കറിലേക്കിട്ട് അതിൽ സ്വല്പം ഉപ്പിട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് 2 വിസിൽ കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചുരയ്ക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിൽ പഞ്ചസാരയുടെ അംശമോ കൊഴുപ്പിൻ്റെ അംശമോ ഒട്ടും ഇല്ലാത്ത ഒരു നല്ല പച്ചക്കറിയാണ്. അതുകൊണ്ട് ഇത് ഡയബറ്റീസുകാർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ നല്ല ഒരു പച്ചക്കറിയാണ്. മസാല ഉണ്ടാക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കാം. 1 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ഇതിലേക്ക് തക്കാളിക്കായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, 1 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ഇതിലൊഴിക്കാനായിട്ട് 2 സ്പൂൺ കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അത് ഉണ്ട കുത്താതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഈ കടലമാവിലും പഞ്ചസാരയുടെ അംശം ഒട്ടും ഇല്ലാത്തതാണ്. നമുക്ക് കലക്കി വെച്ച കടലമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച ചുരയ്ക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം. ചുരയ്ക്ക കറി അതാണ്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്കൊന്ന്
ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചുരക്കാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും പൊറോട്ടയുടെ കൂടെ കഴിക്കാം, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. എല്ലാത്തിനും നല്ലതാണ്. വളരെ ശരീരത്തിന് വളരെ ഗുണമുള്ളതും പോഷകാംശമുള്ളതുമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.